ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, വേറെ ഒന്നുമില്ല, പാക്ക് ഓപ്പണിങ്. ഇന്ന് വന്നിരിക്കുന്നത് പാക്ക് ഓപ്പണിങ് തന്നെയാണ്. ഞാൻ നാളെ പാക്ക് ഓപ്പണിങ് അല്ലെങ്കിൽ മറ്റന്നാൾ ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും പാക്ക് എപ്പിക്ക് കിട്ടി. അപ്പം എനിക്കും കിട്ടിയാലോ എന്നൊരു ഇതിൽ തന്നെ ഇടാമെന്ന് തന്നെ വിചാരിച്ചു. ഇതാണ് കേട്ടോ പാക്ക്. ടാർഗറ്റ് പറഞ്ഞാൽ റൊണാൾഡീഞ്ഞോ, ജെറാഡ്, ടൊട്ടി. ഈ മേലെ നിൽക്കണ 4 ആളിൽ ഫസ്റ്റത്തെ 3 ആൾക്കാർ നമ്മൾ ടാർഗറ്റാണ്. ബാക്കിയുള്ള 4 ആൾക്കാർ പോട്ടെ. കഫനെ കിട്ടണമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ആ കീപ്പറിന് ഒരിക്കലും കിട്ടരുത്, വൻ ചാമ്പലാവും. എന്തപ്പോൾ ചെയ്യുക, ട്രിക്കൊന്നുമില്ല. നമുക്കൊരു 10 പിടിക്കാം. ടൊട്ടിനെ 3 ഇടന്ന് വിടാം. 3 ഇടല്ല, 10 ആക്കല്ലേ. 1 ആയി, 2 ആയി, 3 ആയി, 4 ആയി, 5 ആയി, 6 ആയി, 7 ആയി, 8 ആയി, 9 ആയി, 10 ആയി. പിന്നെ ഒന്നുകൂടി തൊട്ടിട്ട് 10 റൊട്ടേറ്റ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ബാക്ക് അടിക്കാം. എന്നിട്ട് നമുക്ക് നേരെ ബാക്ക് അടിച്ചിട്ട് ബാക്കിൻ്റെ കിട്ടും കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒന്നുമില്ല, വെറുതെ കറക്കി. ഫസ്റ്റ് 10 എപ്പിക്കാണി സമാധാനമായിരുന്നു. ഇറ്റ്സ് കഫു ഗൈസ്. അപ്പോൾ നമുക്ക് മറ്റേ ഫ്രീ സ്പിൻ ഇല്ല ഗൈസ്. നമുക്ക് എല്ലാവരും കൂടി കിട്ടണ ആ ഫ്രീ സ്പിൻ ഇല്ല കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. കഫു ഒരെണ്ണം. ഫസ്റ്റിന് കഫൂനൊന്ന് ചാമ്പിക്കുന്നു കേട്ടോ, അതന്നെ പറയാനുള്ളൂ. ഒരു ഇതുണ്ടേനോ മറ്റേ ഫ്രീ സ്പിന്നപ്പോൾ നമുക്ക് പോയി. ഈ ഫ്രീ സ്പിൻ നമുക്ക് പോയി. മിഷൻസിലുള്ള നമുക്ക് ഫസ്റ്റത്തെ 10 കിട്ടി. ഇനി 2 10 ഉണ്ട്. അപ്പം ഇനി 2 10 കിട്ടൂല എന്നല്ല അതിൻ്റെ അർത്ഥം. ഒക്കെ അറിയില്ല. ഇനി 2 10 കിട്ടുമോ? 2 10 ഇനി ഒരു ട്രിക്കില്ല. നേരെ വരുന്നു 10 കൊടുക്കുന്നു. ഇതാണ് ഇന്നത്തെ 10. കിട്ടണേ. ബാക്ക് ടു ബാക്ക് റൊണാൾഡീഞ്ഞോ ഗൗച്ചോ ഗൗച്ചോനെ കിട്ടി. 1, 2, 3, 4, 5, 6, 7, 8, 9. കറക്റ്റാ റൊണാൾഡീഞ്ഞോ. ഇനി ഒരു ബ്ലാക്ക് അടിക്കണം എന്നുണ്ട്, ആഗ്രഹമുണ്ട്. ഇനി എന്തായാലും ബ്ലാക്ക് ഒന്നും ഇല്ല എന്ന് എനിക്ക് ഉറപ്പ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ 2 എപ്പിക്ക് ബാക്ക് ടു ബാക്ക് എപ്പിക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പം ഞാൻ എന്തായാലും കിട്ടൂല. ഈ ഫസ്റ്റ് വരിയത്തെ 2 ആൾക്കാരെടുത്ത് ഇനി ഒരു 10 ഉണ്ട്. അതിൽ അടുത്ത 2 ആൾക്കാരെ കിട്ടിയാൽ കൊള്ളാം. ഒരിക്കലും കിട്ടില്ല. നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, എന്തെങ്കിലും ആവട്ടെ. വെറുതെ കൊടുക്കുക തന്നെ. കിട്ടൂല എന്ന് എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ ഇത്രക്കും കിട്ടി. ഇല്ല
ആരാണ് ബർബറ്റോ എന്ന് എന്തായാലും ഗൈസ് അടുത്ത പിക്ക് ബർബറ്റോ കേട്ടോ. കുഴപ്പമില്ല 3 പിക്ക് കിട്ടി. പക്ഷേ 4 സുഖമില്ല ഗൈസ്. ബാക്ക് ഓപ്പണിങ് ഇത്രക്കും എളുപ്പത്തിൽ കഴിഞ്ഞു. എന്നാലും എനിക്ക് വേണ്ടല്ലോ ഒരു ടാർഗറ്റിനെ ഇപ്പം എനിക്ക് കിട്ടിയത്. ഇതിലൊരിക്കലും ഫ്രീ സ്പിൻ ഒന്നുമില്ല. നോക്കി നിങ്ങൾ എൻ്റെ അവസ്ഥ നോക്കി. ഒരേ ഒരു ടാർഗറ്റിനെ തന്നു. മെയിൻ ടാർഗറ്റ് ഇവനേനോ. ഇവനെ തന്നിച്ചാടാ. നല്ല വിഷമമുണ്ട്. എനിക്ക് മെയിൻ ടാർഗറ്റ് ടൊട്ടി, സെക്കൻഡ് ടാർഗറ്റ് റൊണാൾഡീഞ്ഞോ അല്ല ജെറാഡ്, തേർഡ് ടാർഗറ്റ് റൊണാൾഡീഞ്ഞോ. അതിനെയാണ് തന്നത്. എന്തായാലും എനിക്ക് പിന്നെ അതിലൊന്നും ഭാഗ്യമില്ല. എത്ര ഹൈലൈറ്റ് കിട്ടി? 3 ഹൈലൈറ്റും 3 എപ്പിക്കും. എത്താടോ ഞാൻ എന്ത് ചെയ്തിട്ടാ കൊണാമി? എനിക്ക് മാത്രം ഗൈസ് എനിക്ക് ഇതിൽ ഭാഗ്യമില്ല കേട്ടോ. ഒക്കെ എന്നാലും കൊണാമി തന്നിട്ടില്ല. എന്തായാലും ടീം കയർക്കാം. കിട്ടിയ ആൾക്കാരൊക്കെ ടീം കയർക്കാം. നമുക്ക് തപ്പാം. ആൾക്കാർ ഇങ്ങനെ പോകണമെന്നൊരു സുഖം. അല്ലെങ്കിൽ വേണ്ട ഓർഡർ സൈനിങ് എടുത്താൽ പോരെ. സോട്ട് ഓർഡർ സൈനിങ് നോക്കി നിങ്ങൾ. ബെർബറ്റോ, റൊണാൾഡീഞ്ഞോ, കഫു. നമുക്ക് ഓർഡറിൽ കിട്ടിയ മാതിരി തന്നെ ഇറക്കാം. കഫു പോരട്ടെ. ഞാനൊരു കഫുവിനെ ഇറക്കി. അടുത്ത് റൊണാൾഡീഞ്ഞോ പോരട്ടെ. ആരോ പകരം? റൊണാൾഡീഞ്ഞോ ആർക്ക് പകരം? ആരും കയറ്റാൻ കഴിയില്ലല്ലോ. എല്ലാവരും നല്ല കളിച്ചിന പ്ലേയേഴ്സാണ്. കേട്ടായിട്ട് കഴിയണമില്ലല്ലോ. ഹാജി ആരാ പകരം? ഇവിടെ ഇറങ്ങട്ടെ. ഇത് ഇവിടെ ഇറങ്ങണം കേട്ടോ. ഇപ്പം സ്ട്രെങ്ത് കുറവാക്കാൻ നമ്മൾ കൂട്ടും കേട്ടോ. സ്ട്രെങ്ത്തൊക്കെ കൂട്ടും. എൻ്റെ ബൂസ്റ്ററും ഇല്ലല്ലോ, അതും പ്രശ്നമാണ്. ബൂസ്റ്ററും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സെൻറ്റർ ഫോർവേഡിലാ ബർബറ്റോ. ഇപ്പോൾ ഷോച്ചോങ്കറിൻ്റെ പകരം ഇറക്കാം. നാളെ എന്തായാലും റിവ്യൂ ഒക്കെ വരുമ്പോൾ അങ്ങനെ ഇറക്കണമാണ് നല്ലത്. ഇപ്പോൾ ബർബറ്റോന് വേണമെന്നേ ഇല്ലേ. അതായത് നമുക്ക് കഫൂന കൂട്ടാം. കഫൂന കൂട്ടിയിട്ട് കഫു എന്തായാലും ഒരു 105 104 ആവും. ഇപ്പം എത്രയായി? 103 ഉള്ളൂ. അല്ല അമോറിൻ്റെ നോക്കാം. കാരണം എന്താ വെച്ചാൽ ഇവൻ്റെയിലായിരുന്നെങ്കിലും ഓൻ്റെയിലാവും. അത് അങ്ങനത്തെ ഒരു ഇതാണ്. അമോറിൻ്റെ എല്ലാവരും ആവും. ഇതാ പോരട്ടെ. കഫു ആരെ പകരം? ഇന്ത്യയിൽ ഇനി ആൾക്കാരെ തപ്പണല്ലോ. എന്തായാലും ഷവ ചേരണം. 103 ആവും കേട്ടോ. അത് 104 ആവും. 104 ആവും കേട്ടോ. ആര്? കഫുറിങ്ക. പിന്നെ ഇതിലിപ്പോൾ നെയ്മറിനെ ആണ് കയറ്റണ? വേണ്ട, നെയ്മറിനെ കയറ്റണമല്ലോ. അല്ല ഒരു 102 ഇല്ല. ആകെ അബിയാട്ടും ടോണി ആഡംസുമാണ്. ലെഫ്റ്റ് വിങ് ഇതിൽ വേറെ ആരെയും സ്റ്റേക്കോ പോലല്ലേ അല്ലേ? ഒരു ലെഫ്റ്റ് വിങ് സബ്ബായിട്ടും ഇല്ല. ഇതെന്താ അവസ്ഥയാണ് ഗായ്സ്? ഇപ്പോൾ ഇവിടെ ഇറക്കാം. നെയ്മറിനെ കയറ്റാം. ഇപ്പം നമ്മളെ 3206 ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേക്കും. അത് നമ്മൾക്ക് കൂട്ടട്ടോ. ഒക്കെ കൂട്ടാം. ഇനി ഇവനെ ആരെ പകരമാണോ ഇറക്കുക? ഷെവനെ കയറ്റി ഇവനപ്പം ബെക്കാമിൻ്റെ പകരം ഇറക്കാം. ഇനി നമുക്ക് കഫൂക്ക് ഇപ്പം തന്നെ ബൂസ്റ്ററൊന്നും കൊടുക്കണ്ട. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ബൂസ്റ്റർ ഉള്ളതിനനുസരിച്ചല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. ബൂസ്റ്ററൊന്നും ഇന്ത്യയൊക്കെ ഇല്ല. ഇനി നമുക്ക് റൊണാൾഡീഞ്ഞോക്ക് ലെവൽ ട്രെയിൻ ചെയ്യാം. ഇതാ റൊണാൾഡീഞ്ഞോനെ ചെയ്തിട്ടോ. 104 ആയി റൊണാൾഡീഞ്ഞോ. ബർബറ്റോനൊക്കെ വേണമെന്നേ ഇല്ലേ. തീരെ ഇല്ലാത്ത ആഗ്രഹം. അതെനിക്ക് തന്നു ബർബറ്റോനെ എടുത്തോന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ എന്തായാലും എടുക്കാൻ വിചാരിച്ചു. 218 104ൻ്റെ 2 ആളെയും 103ൻ്റെ 2 ആളെയാണ് എനിക്ക് തന്നിട്ടുള്ളത്. എന്തായാലും ബൂസ്റ്റർ നമ്മളേക്ക് നോക്കാം. കഫൂക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിലും എന്തായാലും റൊണാൾഡീഞ്ഞോ ഒന്നുണ്ട്. അത് നമുക്ക് ഗൗച്ചോ കൊടുക്കാം. അതല്ലല്ലേ ബർബറ്റോനെ ചിലപ്പോൾ ഇറക്കുള്ളൂ. ശരിയാണ്. എന്തായാലും ബൂസ്റ്റർ നമുക്ക് റൊണാൾഡീഞ്ഞോ കൊടുക്കാം. അതിന് നല്ല ഏതെങ്കിലും കിട്ടിയാലല്ലേ അപ്പോൾ ആലോചിക്കാം. ഒഫൻസ് ക്രിയേറ്റർ നല്ലതാണ്, എന്നാലും വേണ്ട കാശ്. ഒഫൻസ് ക്രിയേറ്റർ എനിക്ക് വേണ്ടില്ലേനു. ഒന്ന് നമുക്ക് അവിടെ പോയി വാങ്ങാൻ കഴിയില്ലേ? അത് ഞാൻ വാങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ കേട്ടോ. വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ വാങ്ങിയില്ല. എന്നാലും വാങ്ങിയിരുന്നു. ഇല്ല, ഒന്നും വാങ്ങിയില്ല. പിന്നെ 80,000 കൊടുക്കണ്ട. ആദ്യം ബൂസ്റ്ററിൻ്റെ കൊടുക്കുക. എന്നിട്ടല്ലേ ആലോചിക്കുക ബാക്കി.
എന്തായാലും നമുക്ക് ഇതാ ഭാഗ്യം എന്ത് റൊണാൾഡീഞ്ഞോക്ക് നല്ലൊരു ബൂസ്റ്റർ തന്നെ കിട്ടണേ. ആമീൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് കൊടുക്കുന്നു. ഇട്ടുണ്ട് ഷൂട്ടിങ് ഇത് 102 എനിക്ക് തോന്നുന്നില്ല. ഇത് 102 എനിക്ക് 105 ആക്കണം എന്ന് ഓനാ. അതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും കിട്ടുകയാണ് എനിക്ക് 105 ആക്കണമെന്നാണ്. ഇത് വാശിയാണ്. 76 സെലക്ഷൻ ബൂസ്റ്റർ വേണം. 76 ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് ക്യാൻസലാക്കി. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ വിറ്റാൽ എന്തെങ്കിലും കിട്ടുമോ? റിലീസ് ആക്കിക്കാം. ബൂസ്റ്റർ ടോക്കണ് ഇങ്ങനത്തെ ആൾക്കാരെ വിറ്റാലാ നടിയിപ്പിക്കുക. ഇവനെ വിറ്റാൽ കിട്ടുമോ? ബൂസ്റ്റർ 4 ഇങ്ങനത്തെ ആൾക്കാരെ വിറ്റാലും കിട്ടൂല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനത്തെ ആൾക്കാരെ വിറ്റാലേ കിട്ടല് അതൊന്ന് പറഞ്ഞല്ലോ. എവിടെ ഈ ഒരു പ്ലേസിനുള്ളിൻ്റെക്കത് ഇതെന്ത് ചോറാ? ഇങ്ങനത്തെ ഒരു വിറ്റാൽ കിട്ടൂലേ? അത് കിട്ടും. അപ്പോൾ സെലക്ഷൻ വ്യൂ ഇവനെടുക്കുക. പിന്നെ ഇങ്ങനെ അടി പോയേക്കും. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കാണുമായിരിക്കും. ഇവരൊന്നും വെറുതെ വെക്കണ്ട വിചാരിച്ചിട്ടാ ഞാൻ അവിടെ വെച്ചിക്കണ്. ഇതാ ഇതന്നെ എത്ര ആൾക്കാരുണ്ട്. ഇതാ ഞാൻ മനസ്സിലാ. ഇവിടെ നിന്ന് തുടങ്ങാം. ഇവനൊക്കെ എനിക്ക് ഇന്ന് കിട്ടി തരണം ഫ്രീ സ്പിന്നിൽ. മെസ്സിനെ അവിടെ വന്നോട്ടോ. എന്തെങ്കിലും ആവശ്യം വന്നാലും എന്ത് വിചാരിച്ചാൽ മെസ്സിനെ അവിടെ വെക്കുക. ഇവരായിട്ട് എത്ര കിട്ടും? 40 കിട്ടും. ഓക്കെ, 40 എടുത്തു. ഇനി വേണം പറഞ്ഞാൽ എനിക്ക് ഡൗട്ട്. റൊണാൾഡീഞ്ഞോക്ക് ഇപ്പോൾ ഏത് കൊടുത്താലാവുക? അതും ശരിയാണല്ലോ. റൊണാൾഡീഞ്ഞോക്ക് ഏത് കൊടുത്താലാവുക? ആദ്യം വരെ അൺലോക്ക് ആക്കണം. ബോവൊക്കെ നല്ല കളി കളിച്ചിട്ടുണ്ട്. ഇവനെ ഞാൻ ഇറക്കില്ല. അതുകൊണ്ടാണ് ഇവനെ ഇറക്കില്ല. ഇവനെ ഇറക്കില്ല. പിന്നെ ആരെങ്കിലും ഇറക്കാതെ ഉണ്ടോ എന്ന് നോക്കണം. ഇവനെ നല്ല കളിക്കുന്ന കാര്യമുണ്ട്. എനിക്കറിയില്ല. അവൻ ഇറക്കില്ല. ഇവനെ അൺലോക്ക് ആരൊക്കെയാണ്? ഇതാ ഇവന്. ഇനി ഇവിടെ ലോക്കല്ലാത്ത ആരൊക്കെയുണ്ട്? ഓരൊക്കെ ഇതാ ഇവരേ ഉള്ളൂ അല്ലേ? ഇതാ ഇവനോ 30 28 ആവുള്ളൂ. ആവൂലല്ലോ. ഉണ്ട് ബൂസ്റ്റർ 100 ആവൂലല്ലോ. വെറുതെ 500 ആൾക്കാർ ആക്കേണ്ടി വരുമല്ലോ. ഇപ്സ്വൈറ്റൊക്കെ കളിക്കലും പോലെ ഉണ്ടോ എനിക്കറിയില്ല. ഡിഗ്ഗി എന്തായാലും കളിക്കില്ല. ഡിഗ്ഗി പോട്ടെ. വാട്കിൻസ് ഇന്ന് വന്നിട്ടുള്ളൂ. ഒരു ലീഗ് കളിച്ചിട്ടില്ല. ഇറ്റാലി ലീഗൊന്നും കളിച്ചിട്ടില്ല. അൺലോക്ക് ആക്കി വെക്കപ്പം തന്നെ. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോട്ടർ ഞാൻ വിൽക്കണില്ല. ഒരു ഇതാണ്. എന്തായാലും നമുക്ക് ഇവരും കൂടി വിറ്റാക്കാം. റൊണാൾഡീഞ്ഞോക്ക് ഇപ്പോൾ ഏതാ കൊടുക്കുക? 105 ആവണം. എനിക്ക് അത്രയേ ഉള്ളൂ. മെയിനായിട്ട് റൊണാൾഡോക്ക് ഞാൻ 105 ആവണമെന്നുണ്ട്. റൊണാൾഡീഞ്ഞോ 105 ആയിരിക്കണം. ഇതാ സെലക്ഷൻ കൊടുക്കണം. ഷൂട്ടിങ് 100. ഓവറോൾ റേറ്റിംഗ് നോക്കിയാൽ മതി. അത് ഫ്രീ കിക്ക് ടേക്കിങ്ങോ 100. ഏരിയലോ 100. എന്താ 101 ആവില്ല എനിക്ക് തോന്നുന്നു കേട്ടോ. ടെക്നിക്ക് ഇല്ല. ഡിഫെൻഡിങ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ ഇങ്ങനെ അവിടെ ഇവന് 105 ആവില്ല. ഡൗട്ടുണ്ട്. ഏഗലിറ്റി കൊടുത്താൽ ചിലപ്പോൾ ആവും. ഇല്ല അവിടെ ഇവന് എന്തിനാടാ? ഫിസിക്കാലിറ്റി അതുമില്ല. സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റ് അതുമില്ല. ഷട്ട് ഡൗൺ അതുമില്ല. സേവിങ് ഉണ്ടാവില്ല. ക്രോസിങ് അതുമില്ല. എനിക്കറിയാലോ അതും ഉണ്ടാവില്ല. രജിസ്റ്റീൻ ഇല്ല. ഫാൻറ്റാസ്റ്റി ഇല്ല. പിന്നെ ഏതാ ഉള്ളത്? റീബിൽഡിങ് അതുമില്ല. ആക്യുറസി അതുമില്ല. ഒഫൻസ് ക്രിയേറ്റർ അതുമില്ല. ബോൾ പ്രൊട്ടക്ഷൻ ഉണ്ടാവൂലേ? അവിടെ ഇപ്പം 105 ആവില്ല. ബാലൻസർ അതും ഉണ്ടാവും. അതുമില്ല. അവിടെ പിന്നെ ആവൂലെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊക്കെ കൂടി നോക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടായാൽ ലാഭമല്ലേ. ബ്രേക്ക് ത്രൂ അതുമില്ല. സ്ട്രെങ്ത്ത് അതുമില്ല. സ്ട്രെങ്ത്ത് എത്ര? ഞാൻ സ്ട്രെങ്ത്ത് ഉണ്ട് വിചാരിച്ചു. ഓഫ് ദി ബോൾ അതുമില്ല. ലാസ്റ്റ് വൺ സ്റ്റീലിംഗ് അതുമില്ല. അപ്പോൾ നമുക്ക് പറ്റിയത് ഏതാ ഞാൻ നോക്കിയിട്ട് ഇപ്പം വരാം കേട്ടോ.
എനിക്ക് തോന്നുന്നത് ഗായ്സ് വേറെ ഏതല്ല ഫാൻറ്റാസ്റ്റിയ അല്ലെങ്കിൽ സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റ്. നമുക്ക് എന്തായാലും ചെക്കൻ ഫാൻറ്റാസ്റ്റിയ കൊടുക്കണമെന്നല്ലേ. ഇനി ആയിട്ടില്ലെങ്കിൽ വേണ്ട, ആയില്ലെങ്കിൽ ആവേണ്ട ഞാൻ അങ്ങനെ തന്നെ വെക്കും. കാരണം എന്താ വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ കൊടുത്തിട്ട് അതിലടി മോശമായിട്ടിരുന്നോളി. ഞാൻ മോശമെങ്കിൽ മോശം തരണോളി. ഇനി കുറച്ച് ആൾക്കാരും കൂടി ഒന്ന് വിറ്റിട്ട് വരാം. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ബെർബറ്റോക്ക് പറ്റിയ സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റൻ്റ് ആവും. സ്ട്രൈക്കറല്ലേ അപ്പം കുറ്റിയാവും. അതിന് പറ്റിയ ആൾക്കാർ കുറേ ഉണ്ടാവാനും സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും നല്ല നല്ല ആൾക്കാരെ നോക്കി വിൽക്കാതാവും. നല്ല 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 ആൾക്കാരെ വിറ്റാൽ നല്ല നല്ല ബൂസ്റ്റർ കിട്ടുന്നൊക്കെ അല്ലേ ഇത്. നോക്കാം ഗൈസ്, നല്ല നല്ല ആൾക്കാർ ഇവിടെ ആരും കേട്ടോ, ആരുമില്ല. ആൾക്കാരൊന്നുമില്ല, ആൾക്കാരൊക്കെ അടിയില്ല. അടിപൊടാ എടുത്ത് വിടറാ. ഇതെന്ത്? ആദ്യം നമുക്ക് അൺലോക്ക് ആക്കണമല്ലേ. സാറൊക്കെ എൻ്റെ എപ്പോഴും കളിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞാനങ്ങ് വിറ്റേക്കാം. ഞാനൊക്കെ എന്തിനു കിടക്കണം. ടോറസിന് ഒരു കാർഡ് ഉണ്ടൊക്കെ. ഈ കാർഡ് മതി, ഒരു കാർഡ് മതി. റെക്യൂബിക്ക് അവിടെ നോട്ടെ, ലോട്ടിന് നിൽക്കണ്ട. ലോപ്പേഴ്സ് പോട്ടെ 100 എന്തായാലും വേണം. 100 കിട്ടിയാലേ റെഡി ആവുള്ളൂ. പിന്നെ ഒന്ന് അൺലോക്ക് ആക്കി വേറെ വിറ്റാൽ എത്ര കിട്ടും അത് നോക്കണ്ട. സുവാരസിനൊന്നും വേണ്ട, സുവാരസ് കഴിപ്പോട്ടെണ്ണ. ഇതൊക്കെ ആയാലും എന്താ വേറെ വിറ്റാൽ എത്ര കിട്ടും? 56. ഇനി കുറച്ച് നമ്മൾ അങ്ങനെ നോക്കരുത് ആൾക്കാർ. പിന്നെ പോരാ, ഡിലൈറ്റിന് ഇറക്കില്ല. ഗോർഡൻ അവിടെ നോട്ടെ. ഇതൊക്കെ നമ്മൾ കളിപ്പിക്കുന്ന പ്ലേസാണല്ലോ. ഫോട്ടോസിൻ്റെ വേറെ കാർഡ് ഇന്ത്യയൊക്കെ ഉണ്ട്. പിന്നെ മധുവൊക്കെ പോട്ടെ. അർണോൾഡിൻ്റെയും വേറെ 2 കാർഡ് ഉണ്ട് ഇന്ത്യയൊക്കെ ഉണ്ട്. ഈ നെയ്മറും പോട്ടെ, അൺലോക്ക് ആക്കിക്കാം. നോനി മധുവൊക്കെ കോർട്ടൂസ് പോട്ടെ, ഡിലൈറ്റ് ഇവരൊക്കെ പോട്ടെ. ഇപ്പോൾ ഇവിടെ ഇവരൊക്കെ വിൽക്കണം. അൺലോക്ക് ആക്കാൻ ഇതിലാരാ? ഇതിൽ അൺലോക്ക് ആക്കാനാരാ? ഇതിലെല്ലാവരും ലോക്കഡ് ആണല്ലോ, പിന്നെ എങ്ങനെ അൺലോക്ക് ആക്കാനേ? പിന്നെ അൺലോക്ക് ആക്കാൻ ആരുടെ? ഞാൻ അൺലോക്ക് ആക്കാൻ ആളുണ്ടായിരുന്നില്ല. അൺലോക്ക് ആക്കേണ്ട ആവശ്യമുള്ളൂ. അർണോൾഡ് അൺലോക്കാണ്. അതൊക്കെ നിങ്ങളാരും കണ്ടതിന് ഡിലേറ്റവർക്ക് അൺലോക്ക് തന്നെയാണല്ലോ. പിന്നെന്താ, ഇവരൊക്കെ അൺലോക്കാണ്. പിന്നെന്താ, പിന്നെ അൺലോക്കൊക്കെ ആളില്ല. റിലീസ് ആക്കിയൊക്കെ ലോക്കഡ് പ്ലെയർ ഈസ് ഇൻക്ലൂഡഡ്. ലോക്കല്ല. അതിന് ആരാ എന്തെങ്കിലും അൺലോക്ക് ആക്കാം. അതുകൊണ്ട് പ്രശ്നം ഇത് ഉപയോഗിക്കുക. ആരാണ് എനിക്കിപ്പോൾ മനസ്സിലായില്ല. ഇതൊക്കെ എന്താ ആൾക്കാരെ വിറ്റാൽ പോലെ. മേനൊന്നും വേണ്ട, ഉടക്കട്ടെ. പിന്നെ കുറച്ച് അടിയിൽ പോയിട്ട് കവാണി തന്നെ വെറുതെ അല്ല. കവാണി നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. കവാണി നമുക്ക് ലോക്കാക്കണം. അത് ലോക്കായിക്കോളും. അങ്ങനെയുള്ള അർണോൾഡ് ഇവരെ വിറ്റ് എത്ര കിട്ടുമെന്നാ പറയണേ? 68 ആവുള്ളല്ലോ. അത് 68 ആവുള്ളൂ. റിസാല് പോണ്ട, ഒക്കസാക്കി പോട്ടെ. വെറുതെ എടുക്കണോടാ, ഒരു ഉപകാരം ലെവനും പോകട്ടെ. നെയ്മറും അല്ല, വരെ എത്ര കിട്ടുന്നു പറയാൻ പറ്റില്ലല്ലോ അല്ലേ. എന്നാൽ എല്ലായിടത്തും കൂടി കൂട്ടിയിട്ടാണ് നോക്കുക, അതല്ലല്ലേ. റാഫീഞ്ഞ ആ കാർഡ് കൊടുക്കട്ടെ. ലാമിയമാലിൻ്റെ കാർഡും പോട്ടെ. ഈ കാർഡൊക്കെ ഇപ്പോഴുണ്ടോ? ഫസ്റ്റ് ഫ്രീ കിട്ടിയ കാർഡായിട്ടാണ് ഇതൊക്കെ. എന്തായാലും ഇറക്കണില്ല, എൻ്റെ വിധത്തിൽ ഇറക്കണില്ല. പിന്നെ ഈ നെയ്മറുടെ കാർഡൊക്കെ എന്തിനടേ? ഇതൊക്കെയാലും പോട്ടെ, അൺലോക്ക് ആക്കും. അപ്പം ഇനി അൺലോക്ക് ആയ എല്ലാവരും സെലക്ട് ചെയ്യാം. ഇതിന് ഇനി കുറച്ച് മേലെ പോകണം. ഇവിടെ ഈ നെയ്മർ ഇവിടെ ഈ മറിയം വന്ന് വിളക്കൂലി നമുക്ക് പറയണ നമുക്ക് എല്ലാവരെയും കൊണ്ട് വിറ്റ് കളയണം.
നൂറായിണ്ടോ ഇതിലിഞ്ഞാരേ ഇതിലാരാതെ ആരോ പെട്ടതാണ്, അല്ലാതെ ആരും അങ്ങനെ വരൂല. അവിടെ ഇതിലാരാ ലോപ്പസ്പെരൊക്കെ ലോക്കഡാടാ. അവിടെ ഇക്കോണോമിക്ക് ഇതിൽ പറ്റിയ അതാ വെറുതെ അല്ല ഇനിയുണ്ടോ അറിയാതെ ആരോ പെട്ടുകണ് എൻ്റെ ഒത്തിൽ, അല്ലാതെ വരൂലല്ലോ. അല്ലാതെ ആര് വരാണ് ഒക്കസാക്കി മാനുവൽ തന്നെ ഇനിയില്ലല്ലോ. റിലീസ് കറക്റ്റ് 104 ഉണ്ട് എത്തി. പോടെ 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 ഇപ്പം എന്തായാലും ബർബറ്റോ 105 ബർബറ്റോ 105 ബൂസ്റ്റർ ക്രാഫ്റ്റിങ് ഭാഗ്യൻ്റെ ആയില്ല. ഞാൻ അങ്ങനെ കയ്യൂല മോനെ വരെ പിന്നാലെ ഇങ്ങനെ അവിടെ 105 അവിടെ 105 അങ്ങനെ പറഞ്ഞ് നടത്താൻ എന്നെക്കൊണ്ട് വയ്യ. 105 ഇതെന്ത് ചൊറയാണ് പേരൊന്നും 105 ആവൂലേ. റൈക്കാർഡോടെ 1202 ആയത് 104 102 ബർബറ്റോടെ ഇവിടെ പറയുന്ന 104 105 ആവൂല. ഇതൊക്കെ നിങ്ങൾക്ക് ആരെ കിട്ടി ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എനിക്കെന്നാലും ഭാഗ്യം കിട്ടിയില്ല. എനിക്ക് ആകെ റൊണാൾഡീനെ ഞാൻ വെച്ച ടാർഗറ്റ് കിട്ടിയുള്ളൂ. അപ്പോൾ അതായത് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മൾ പോകണേ.